Hi friends, നമ്മൾ ഇന്ന് Canon M50 Mark II അതുപോലെ 50mm പ്രൈം ലെൻസും Canonന്റെ തന്നെ 50mm പ്രൈം ലെൻസിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ പുതുതായിട്ടൊരു ക്യാമറ മേടിക്കണം, അതുപോലെ ക്യാമറ ഉണ്ട് പക്ഷേ പുതുതായിട്ടൊരു ലെൻസ് മേടിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, നമ്മൾ 50mm പ്രൈം ലെൻസ് മേടിച്ചു കേട്ടോ. കാനോണിൻ്റെ തന്നെ 50mm ഒരു പ്രൈം ലെൻസ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ Canon M50 Mark IIലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ലെൻസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു മൗണ്ട് അഡാപ്റ്റർ കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്യാമറ തന്നെ മിറർലെസ് ലെൻസ് ഒരുപാടുണ്ട്, നമുക്കത് മേടിച്ച് ഉപയോഗിക്കാം. പക്ഷേ അതിനൊരുപാട് ക്യാഷ് ആകും. നമുക്ക് EF ലെൻസാണ് കേട്ടോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ DSLR ക്യാമറയിൽ ഉപയോഗിക്കുന്ന EF ലെൻസാണ്. EF ലെൻസുകൾ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ. എൻ്റെ ഒരു കയ്യിൽ ക്യാമറയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് അൺബോക്സിങ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെൻസ് കേട്ടോ. നല്ല ക്വാളിറ്റിനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൗണ്ട് അഡാപ്റ്ററോട് ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. യൂസർ മാനുവൽ, ഇതാണ് നമ്മുടെ മൗണ്ട് അഡാപ്റ്റർ കേട്ടോ. ഒരു മെറ്റൽ ഫിനിഷിങ് തന്നെ ഉണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഫ്രണ്ട്സ്, ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെൻസ് 50mm പ്രൈം ലെൻസാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ലെൻസിൻ്റെ ക്വാളിറ്റി. അതുപോലെ നമ്മുടെ 50mm പ്രൈം ലെൻസിൻ്റെ അപ്പാച്ചർ 1.8 ആണ് കേട്ടോ. നമ്മൾ 8500 കൊടുത്താണ് മേടിച്ചത്. അഡാപ്റ്റർ 8200 അല്ലടാ, 8200. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ 50mm പ്രൈം ലെൻസിന് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫോക്കൽ ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് സൂമിംഗ് ഒന്നും നടക്കില്ല കേട്ടോ. പുതുതായിട്ട് Canon M50 Mark II മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് ഒരു വർഷം ആവുന്നില്ലടാ, ഒരു വർഷം ആവുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ധൈര്യത്തിൽ മേടിച്ചോളൂ, അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ചെറുതായിട്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ എനിക്ക് പോരായ്മയായിട്ടുള്ള കാര്യമുണ്ട് ഞാൻ പറയുന്നത്. സ്റ്റെബിലിറ്റി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് ഒന്നുകൂടെ ക്രോപ്പാകും. അതുപോലെ ബാറ്ററി ബാക്കപ്പ്, ഒരു ഫങ്ഷനെ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു ബാറ്ററി കൂടെ നമ്മൾ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ അടുത്തും അത്യാവശ്യം ക്യാമറ കയ്യിലുള്ളതാണ്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഓട്ടോ മോഡിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാറില്ലേ. അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ISOയും ഷട്ടർ സ്പീഡും അതുപോലെ അപ്പേച്ചറും ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ഫോട്ടോ എടുത്ത് പഠിക്കുകയാണെങ്കിലും വീഡിയോ എടുത്ത് പഠിക്കുകയാണെങ്കിലും മാനുവൽ മോഡിൽ തന്നെ എടുത്ത് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാമറൻ്റെ കിറ്റ് ലെൻസിലെടുത്ത കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ട് കേട്ടോ. സിനിമാറ്റിക്കായിട്ട് എടുത്ത വീഡിയോസാണ്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത 3 വീഡിയോസും 50mm ഷൂട്ട് ചെയ്ത വീഡിയോസാണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഈ ക്യാമറ ഒരുപാട് ടൈം ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ M50 Mark IIനകത്ത്
ലൈവ് സ്ട്രീമിംഗ് സപ്പോർട്ടിംഗ് ആണ്. ഒരു വ്ളോഗിങ്ങിനാണ് M50 Mark II നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു രക്ഷയില്ല, സൂപ്പർവാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ ക്യാമറ മേടിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി, ഒരുപാട് മാസങ്ങളായി. അതുകൊണ്ട് ഞാൻ യൂസേജ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണുമെന്ന പ്രതീക്ഷയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.